ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിൽ കേസെടുക്കാൻ ഇടക്കാല ഉത്തരവിട്ട് ഹൈക്കോടതി. ദേവസ്വം ബോർഡ് പരാതി നൽകിയിട്ടില്ലെന്ന ശബരിമല ചീഫ് പോലീസ് കോഓർഡിനേറ്റർ അറിയിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ ഇടപെടൽ. ബാങ്ക് അക്കൗണ്ടിലെ തുക സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് പിൻവലിക്കരുതെന്നും കോടതി ആവശ്യപ്പെടുന്നു. ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കുന്നുവെന്ന പേരിൽ പണപ്പിരിവ് നടത്തിയ ഈറോഡ് സ്വദേശിയുടെ നടപടി നിസ്സാരമായി കാണാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് സംഭവത്തിൽ കേസെടുത്തുവെന്ന് ഉറപ്പാക്കാൻ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ലഘുലേഖ അടിച്ചിറക്കി പണപ്പിരിവ് നടത്തിയ ഈറോഡ് സ്വദേശി ഡോക്ടർ ഇ കെ സഹദേവൻ ഹാജരാകണമെന്നും ഹൈക്കോടതി നിലപാടെടുത്തു. പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഗണ്യമായ തുക സ്വകാര്യ വ്യക്തി പ്രചരിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതായും ദേവസ്വം ബോർഡ് പരാതി നൽകിയിട്ടില്ലെന്നും ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ കോടതി അറിയിച്ചു. തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ കടുത്ത നടപടി. ബാങ്ക് അക്കൗണ്ടിലെ തുക സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് പിൻവലിക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കണം. തുടർന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന് മേൽ സ്വമേധയാ എടുത്ത ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ചത്തേക്ക് മാറ്റി. പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി നൽകിയെന്ന് അവകാശപ്പെട്ടാണ് ഈറോഡ് സ്വദേശി ഡോക്ടർ ഇ കെ സഹദേവൻ പണപ്പിരിവ് തുടങ്ങിയത്. ക്ഷേത്രാങ്കണത്തിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ അനുമതി നൽകിയതായി കാണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ശബരിമല ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ക്ഷേത്രാങ്കണത്തിൽ വിഗ്രഹം സ്ഥാപിക്കാനോ ഇതിന്റെ പേരിൽ പണം പിരിക്കാനോ അനുമതി നൽകിയിട്ടില്ലെന്നായിരുന്നു ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നിലപാടെടുത്തത്. ജനം, കൊച്ചി.